അമേരിക്ക ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. അത് മോദി നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ കാവൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കരുത്ത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നിയന്ത്രണം, ഇത് പൂർണ്ണമായി 100% ഇന്ത്യയുടെ കരങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ ഇനി മറ്റൊരു ശക്തിക്കും ആവില്ല എന്നുള്ളത് ഇന്ത്യയുടെ നേവി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് പൂർണ്ണമായി ആ വാക്കുകളുടെ എല്ലാം അർത്ഥം വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അത് തന്നെയാണ് അമേരിക്കയും ചൈനയും ഭയപ്പെട്ടിരുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം അവരുടെ ഇന്തോ പസഫിക് കമാൻഡിൽ നിന്ന് ഇന്ത്യ എന്നുള്ള വാക്ക്, ഇന്തോ എന്നുള്ള വാക്കെടുത്ത് മാറ്റിയിരുന്നു, പസഫിക് കമാൻഡ് എന്നുള്ളതാക്കി മാറ്റിയിരുന്നു. അതിന് കാരണം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്തോ പസഫിക് കമാൻഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് വരണം. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ശരിയാണ്, അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു ലോകത്തിലെ സമുദ്രങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇന്ന് ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു സമുദ്രമുള്ള രാജ്യം എന്നുള്ളത് ബഹുമതി കൂടി ഇന്ത്യക്കുണ്ട്. ആ സമുദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ നേവിയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കടൽ കൊള്ളക്കാരെ മാത്രമല്ല ഇന്ത്യ നേരിടുന്നത്. പണ്ടുകാലത്ത് അതുപോലും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കപ്പലിന് എവിടെയെങ്കിലും ഒരു ഭീഷണി വന്നാൽ അതിനെ നേരിടാൻ ഇന്ത്യയുടെ സൈനിക കരുത്തുണ്ട്. മാർക്കോസ് എന്ന് പറയുന്ന കമാൻഡോസ് ഉണ്ട്. അവർ പറന്നിറങ്ങും ഓരോ കപ്പലുകളിലേക്കും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ തീർത്തില്ലാതാക്കിയിട്ടേ വരുള്ളൂ. പല കടൽ കൊള്ളക്കാരുടെയും പേടി സ്വപ്നമാണ് മാർക്കോസ്. അവർ ഇന്ത്യൻ നേവിയുടെ പതാക കണ്ടാൽ തന്നെ പൂർണ്ണമായും ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് കീഴടങ്ങി മറ്റൊരു കപ്പലിലോ ബോട്ടിലോ കയറി രക്ഷപ്പെടാറാണ് പതിവ് എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യ എടുക്കുന്ന നിലപാടും അതുതന്നെയാണ്. കൃത്യമായി കർക്കശമായി ഇന്ത്യയുടെ സമുദ്രത്തിൻ്റെ സുരക്ഷ ഇന്ത്യ ഉള്ളം കയ്യിൽ ഒതുക്കുകയാണ്. അതിൻ്റെ നിർണായക ചുവടുവയ്പ്പാണ് ജൂൺ 21 നടക്കാൻ പോകുന്നത്. അതായത് 3 കപ്പലുകൾ ഒന്നിച്ച് ഇന്ത്യ കമ്മീഷൻ ചെയ്യുകയാണ്. ആ കമ്മീഷൻ ചെയ്യുന്നത് 3 കപ്പലുകൾ നിസ്സാരപ്പെട്ട കപ്പലുകളല്ല, വെറും ഡിസ്ട്രോയ് കപ്പലുകളോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് കപ്പലുകളോ ഇതൊന്നുമല്ല. പകരം നിർണായകമായ സ്ട്രാറ്റജിക്കായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള കപ്പലുകളാണ് എന്നുള്ളതാണ്. INS ദുർഗിരി, ബ്രഹ്മോസ്, ബാരക് 8 മിസൈലുകളടക്കമുള്ളവ വഹിക്കാൻ ശേഷിയുള്ള ഗുരുതര ആക്രമണ ശക്തിയുള്ള കപ്പലാണ് ദുർഗിരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കപ്പൽ എന്ന് പറയുന്നത് INS അഗ്രേ, അന്തർവാഹിനികളെ നശിപ്പിക്കാൻ കരുത്തുള്ള കപ്പലാണത്. ഗംഭീരമായി കൃത്യമായി പ്രസിഷൻ സ്ട്രൈക്ക് നടത്താൻ കഴിവുള്ള കപ്പൽ. ഏത് ഭാഗത്ത്, അന്തർവാഹിനിയുടെ ഏത് ഭാഗത്ത് ആഘാതമേറ്റാൽ തകരുമെന്ന് കൃത്യമായി ബോധ്യമുള്ള, ആ ഭാഗത്തേക്ക് കൃത്യമായി മിസൈൽ അയക്കാൻ കഴിയുന്ന, പ്രഹരശേഷി 100% തകർക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ. ഇനി മൂന്നാമത്തത്, കടലുകളുടെ പൂർണ്ണമായ നിരീക്ഷണം, മാപ്പിംഗ് നടത്താൻ കഴിയുന്ന INS സംശോധക്. കടലിനടിയിൽ മാപ്പിംഗ് നടത്തുക, കടലിനടിയിലെ ഇന്ത്യയുടെ കണ്ണാണ് INS സംശോധക് എന്ന് പറയുന്നത്. അങ്ങനെ 3 കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുകയാണ് ഇന്ത്യ. നരേന്ദ്രമോദി കൽക്കത്തയിൽ ജൂൺ 21 രാജ്യത്തിന് സമർപ്പിക്കും. ഇത് കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ INS ദുർഗിരി എന്ന് പറയുന്ന കപ്പലിനെ പറ്റി പറഞ്ഞല്ലോ. INS ദുർഗിരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ബ്രഹ്മോസ് ഉണ്ട്, ബാരക് 8 മിസൈലുകളുണ്ട്. ഇത് മാത്രവുമല്ല, പ്രോജക്റ്റ് 17A സ്റ്റെൽത്ത് ഗ്രിഫൈറ്റ് കൂടി അടങ്ങിയിട്ടുള്ള, അതിനെ കൂടി ചേർത്തിട്ടുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ചേർത്ത ഒരു യുദ്ധക്കപ്പലാണ് ഇത് എന്നുള്ളതാണ്. അത് ബ്രഹ്മോസ്, ബാരക് 8 മിസൈലുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് കടലിലെ നമ്മുടെ അതിർത്തി മേഖലകൾ കടന്ന് ഏതെങ്കിലും കപ്പലുകൾ വന്നാൽ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കൃത്യമായി ആക്രമിക്കാനും കഴിവുള്ള ഒരു കപ്പലാണിത്. നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ കടലിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആക്രമിക്കില്ല. ആദ്യം വാണിംഗ് കൊടുക്കും, നിങ്ങൾ സമുദ്രാതിർത്തി ലംഘിച്ചിരിക്കുന്നു, മടങ്ങിപ്പോകണമെന്ന് പറയും. അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ, നിരന്തരമായി വാണിംഗ് കൊടുത്തിട്ടും അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ കപ്പൽ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആയുധം ഉള്ള കപ്പൽ, നമ്മളെ ആക്രമിക്കാനുള്ള ശേഷിയുള്ളത് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നതെങ്കിലാണ് നമ്മൾ ആക്രമിക്കുന്നത്. അങ്ങനെ തകർക്കാൻ കഴിവുള്ള ഒരു കപ്പൽ. രണ്ടാമത് INS അഗ്രേ. അത് അന്തർവാഹിനികളുടെ പേടി സ്വപ്നമാണ്, നേരത്തെ പറഞ്ഞല്ലോ. അത് അത്ര രീതിയിൽ അർണാല ക്ലാസ് അന്തർവാഹിനികളുടെ ഒരു കപ്പൽ വേട്ട നടത്താൻ കഴിവുള്ള ഒരു കപ്പലാണ് എന്നുള്ളതാണ്. അതായത് അന്തർവാഹിനികളുടെ വേട്ട നടത്താൻ കഴിയുന്ന ഒരു വേട്ടക്കപ്പൽ, നമ്മൾ വേട്ടപ്പട്ടി എന്നൊക്കെ പറയില്ലേ, വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന, വേട്ടമൃഗമായിട്ട് മാറുന്ന, അത് അത്രയധികം ആക്രമണശേഷിയുള്ള ഒരു കപ്പലാണെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത്. INS സംശോധക് എന്ന് പറയുന്നത് കടലിനടിയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ, കടലിനടിയിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിലെ സമുദ്രാന്തർഭാഗത്തെ സഞ്ചാരങ്ങൾ എന്നുള്ളത് കൂടി നിരീക്ഷിക്കാനും, സമുദ്രത്തിലുണ്ടാകുന്ന സർവേ, അതിൻ്റെ മാപ്പിംഗ്,
ഇതെല്ലാം ഉള്ള UAVകളും ROVകളും ഒക്കെ ഉള്ള ഒരു കപ്പലാണ് ഇത് എന്നുള്ളതാണ് സംശയം. ഇത് മൂന്നുമാണ് ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിവോട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഏഷ്യ പിടിച്ചടക്കുക, അല്ലെങ്കിൽ ഏഷ്യയിൽ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാക്കുക എന്നുള്ളതാണ്. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക്. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ട്രിംഗ് ഓഫ് പേൾസ് ഒക്കെ കൊണ്ടുവന്ന ചൈനയ്ക്ക് കൂടി ഇപ്പോൾ ആ കരുത്ത് നഷ്ടപ്പെടുന്നു. കാരണം ഇന്ത്യ അടിക്കടി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കരുത്താവുകയാണ്. അതിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 2025 ജനുവരിയിൽ 3 കപ്പലുകൾ നമ്മൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. INS സൂറത്ത്, INS നീൽഗിരി, INS വാഗ്ഷീർ. ഈ 3 കപ്പലുകൾ ഒരുമിച്ച് തന്നെയാണ് കമ്മീഷൻ ചെയ്തത്. അതുപോലെയാണ് ഇപ്പോൾ 3 കപ്പലുകൾ എന്ന് പറയുന്നത്. മുൻകാലത്ത് നമ്മളുടെ നേവിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? സിന്ധു രക്ഷകരിലൊക്കെ അപകടം ഉണ്ടായത് എങ്ങനെയായിരുന്നു? നമ്മുടെ ബോംബെ തുറമുഖത്ത് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും നമ്മളുടെ ഷിപ്പുകളിലൊക്കെ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും സൈനികർ മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എത്ര നേവി ഉദ്യോഗസ്ഥരുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്? അത് ഈ പറയുന്ന അന്തർവാഹിനികളിലുണ്ടായ അപകടം, കപ്പലുകളിലുണ്ടായ അപകടം, ഇതെല്ലാം നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരുന്നതല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു നേവി ചീഫ് രാജിവെച്ച് വരെ പോയി. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിരന്തരം സൈനികരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് നമ്മുടെ നേവി ചീഫ് രാജിവെച്ച് പോയ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഗതികെട്ട് കിടന്ന ഒരു നേവിയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സൈന്യമാണ്. നമ്മുടെ സൈനികർക്ക് നമ്മുടെ പഴയ ജനറൽ VK സിംഗ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു മുമ്പ്. അത് വലിയ വാർത്തയൊക്കെ ആയതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, സൈനികർക്ക് സ്വന്തം അളവിലുള്ള യൂണിഫോം തയ്ച്ചിടാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇന്ന സൈസിലങ്ങ് സ്റ്റിച്ച് ചെയ്യും. അത് ചിലപ്പോൾ വലിയ ചാക്ക് പോലെ കിടക്കും, വാളത്താറ് പോലെ കിടക്കും. അങ്ങനെയൊക്കെ കിടന്നിരുന്ന ഈ പറയുന്ന യൂണിഫോം കൃത്യമായ അളവിൽ തയ്ച്ചിടാനായിട്ട് അങ്ങനെ തയ്പ്പിച്ചിടുന്നതിൻ്റെ പൈസ സർക്കാർ കൊടുക്കും പിന്നീട്. ആ രീതിയിലൊക്കെ ഈ സംവിധാനത്തെ മാറ്റുകയും കൃത്യമായ യൂണിഫോം ശരിയായ രീതിയിലൊക്കെ ധരിക്കാനൊക്കെ തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ആ 2014 മാറ്റം അതൊക്കെ തന്നെ ആണ് ഈ രാജ്യത്തെ ഇന്ന് ഇത്രയും വലിയ കരുത്തിലേക്ക് നയിക്കുന്നത്. AK ആൻ്റണി ദീർഘകാലം നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്നല്ലോ. എന്തേ ഇതൊന്നും കഴിയാത്തത്? അദ്ദേഹത്തിൻ്റെ മണ്ടൻ പ്രസംഗമുണ്ടല്ലോ പാർലമെൻറ്റിൽ. ബോർഡറിൽ അടുത്തുള്ള, അതായത് അതിർത്തി പ്രദേശത്തെ റോഡുകളൊക്കെ വികസിപ്പിച്ചാൽ അതിൽ കൂടെ ഈ ശത്രു സൈന്യം കയറി വരും. അപ്പോൾ അത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒന്നും വികസിപ്പിക്കില്ല, ബോർഡറേ വികസിപ്പിക്കില്ല, അങ്ങനെ അങ്ങ് ഇട്ടേക്കുമെന്ന്. അതിൻ്റെ ഫലം എന്താ? ചൈനക്കാർ വന്ന് കുറേ ഭാഗം പിടിച്ചുകൊണ്ട് പോയി. അത് ഏത് കാലത്താണ്? ഈ പറയുന്ന നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട്. അതിനുശേഷമോ നിരന്തരമായി ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം, പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾ, പാകിസ്ഥാനികൾ ഭീകരന്മാർ ഇവിടെ വന്ന് മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലിട്ട് സ്ഫോടനങ്ങൾ നടത്തിയിട്ട് പോയി. അതിനെയൊക്കെ പ്രതിരോധിക്കാനായത് അതിർത്തി ശക്തമായതോടുകൂടിയാണ്. അതിർത്തിയിൽ വിമാനമിറങ്ങുന്ന ഹൈവേകൾ ഉണ്ടായതോടുകൂടിയാണ്. അങ്ങനെയാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പുതുതായി വാർത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 കപ്പലുകൾ കൂടി ഇന്ത്യൻ നേവിയുടെ ഭാഗമാകുന്നു. സ്ഥിരമായ വലിയ കരുത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ്. അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ആ കരുത്ത് നേടിയെടുക്കാനായിട്ട് അഹോരാത്രം പണിപ്പെട്ടത് നമ്മുടെ സർക്കാരുകളും ഈ പറയുന്ന നേവിയുടെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന എഞ്ചിനീയർമാരും ഒക്കെയാണ്. അങ്ങനെ ഇന്ത്യ വലിയ കരുത്തായി, വലിയ മാറ്റമായി, വലിയ പ്രതിരോധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, ഇന്ത്യയുടെ കടൽ സുരക്ഷ ഏറ്റവും ശക്തമായി മാറിയിരിക്കുന്നത്. പണ്ട് നമ്മൾ കടൽ സുരക്ഷയിൽ നിസ്സാരമല്ലായിരുന്നു. മറാത്തകളായാലും ചോളന്മാരായാലും ഒക്കെ തന്നെ അതിശക്തമായ നേവി സൈന്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആ വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. ആ സൈന്യത്തിൻ്റെ കരുത്താണ് പിന്നീട് ഇല്ലാതായത്. ഈ പറഞ്ഞു വന്ന മഹത്തായ നെഹ്റുവിയൻ കാലം തൊട്ട് ഇങ്ങോട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള കാലത്ത് നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചത് ഈ പറയുന്ന ഭാരതത്തിൻ്റെ കരുത്തിനെയായിരുന്നു. അതിനെയൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താ വെച്ച് നമ്മൾ പറയുമല്ലോ, ഈ പറയുന്ന മരങ്ങളെയും ചെടികളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷമടിക്കുക എന്ന് പറയില്ലേ, ആ വിഷം തൂക്കുന്നത് പോലെ നമ്മുടെ ഭരണാധികാരികൾ വിഷം തൂത്തുന്നതിൽ മുരടിപ്പിച്ച് കളഞ്ഞ ഒരു വികസനമായിരുന്നു. ആ വികസനത്തിനാണ് മാറ്റം വന്നത്. ആ മുരടിപ്പിൽ നിന്നും വളർച്ചയുടെ പടർന്ന് പന്തലിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തി എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഈ പറയുന്ന ഇന്ത്യയുടെ കരുത്തായി മാറിയിരിക്കുന്നത്. ജൂൺ 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കരുത്തിനെ ഭാരതത്തിന് കൈമാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ നഷ്ടമുണ്ടാവില്ല. നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.
അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അത് നേര് പറയുന്ന ഒരു ചാനലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും പറയാം. ഒപ്പം നമുക്ക് 2 ചാനലുകൾ കൂടിയുണ്ട്. നമ്മളൊരു ഡിവോഷണൽ ചാനലുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്. C4N C4N എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട്, ന്യൂസ് ചാനലാണ്. ഈ 2 ചാനലുകൾ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് മലയാളം, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, C4N മറക്കരുതേ.